അടിപൊളിയായിരിക്കും കേട്ടോ. ഇച്ചിരി ഇത്ര മാറ്റമുള്ള സംഭവങ്ങളാണ്. നമുക്ക് നേരെ അതിലേക്ക് കിടക്കാം. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ എല്ലാ യൂട്യൂബേഴ്സ് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ആൾക്കാരും ടിക്ടോക്കേഴ്സിനെ കുറിച്ച് വീഡിയോ ഉണ്ടാക്കുക. എല്ലാവരും ട്രോൾ ഇടുന്നവരാണ്, റിയാക്ഷന് ബ്ലോഗ്, എല്ലാ ആൾക്കാരും ടിക്ടോക്കേഴ്സ്. അപ്പൊ എന്താ എനിക്ക് മാത്രം എന്താ ടീക്കിക്ക് പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ പറഞ്ഞത്. ഇത് ചിലപ്പോ ഇച്ചിരി ഹോട്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ എടുത്ത വീഡിയോ ഏതാണെന്ന് അറിയില്ല, പക്ഷെ തമ്മിൽ കണ്ടിട്ട് ഇച്ചിരി ഹോട്ടാണെന്നാണ്. അപ്പൊ ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. വെറുതെ അല്ല, ഓരോ ടിക്ടോക്കിനും വെറുതെ അവരുടെ മാത്രം റിയാക്ട് ചെയ്തിട്ട് വേണ്ട. നമ്മൾ ഓരോ ടിക്ടോക്ക് ചെയ്യുമ്പോഴും ഓരോ നല്ല ഹോട്ടാണെങ്കിൽ ഓരോ മുളക് കഴിക്കുക. ഇത് മറ്റേ നമ്മള് തഗ് ചെയ്ത പോലത്തെ മുളകല്ല, ഇത് ഇത്തിരി പ്രായപൂർത്തിയായ മുളകാണെന്ന് തോന്നണേ. അപ്പൊ അത് കഴിക്കലാണ്. ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ആയ മുളകാണ്, നല്ല എരിവുണ്ടോന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് നേരെ അതിലേക്ക് കിടക്കാം. അനൂപ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടിക്കസ് എന്ന് പറഞ്ഞ ഫാമിലി ചെറിയ നേരെ അതിലേക്ക് കിടക്കണ മുമ്പ് ഒരു കാര്യമുണ്ട്. ഈ വീഡിയോന്റെ ലിങ്ക് താഴെ ഉണ്ടാവും, അവിടെ പോയി സപ്പോർട്ട് എടുക്കുക. എനിക്ക് അറിയില്ല കേട്ടോ സംഭവം എന്നാന്ന് വെച്ചാൽ ആദ്യം ഇതിന്ന് തുടങ്ങാം. എന്താവുന്നു ഒട്ടും അറിയില്ല. എന്തായാലും ലൈക്ക് അടിക്കുള്ളവർ ഇപ്പോഴേ ലൈക്ക് അടിച്ചോ. കഴിഞ്ഞാൽ കമന്റ് ഇടാനൊന്നും സംസാരിക്കാൻ നേരം ഉണ്ടാവില്ല. ഞാൻ ഫുള്ള് കക്കൂസിലായിരിക്കും എന്നാണ് തോന്നണേ. കിടക്കാം. എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്റെ ഈ ക്യാമറ മൊബൈലിൽ നിന്റെ ഒരേ ഒരു ഫോട്ടോ. അയ്യോ രവിയേട്ടാ, ഈ ഫോട്ടോ ആരെങ്കിലും കാണിക്കുമോ? ആരും കാണില്ല, ഞാനല്ലേ പറയുന്നത്. ചതിക്കൂടെ ചക്കര്? അങ്ങനെ പറയൂടാ, അങ്ങനെ പറയാ നീ എന്നോട്. ఊహలకు దొరకని సొగస, ఊపిరిని వదలని గొలుసా, నీకు ముడి పడినది తెలుసా, మనసున ప్రతి కొసా. ഹോട്ടല്ല എന്നാലും ഇരിക്കട്ടെ അല്ലേ. ഇഷ്ടപ്പെട്ട വാചകം എന്താ? വായിക്കട്ടെ. ആ കൈ കാലൊക്കെ വരക്കണ്ടല്ലോ കർത്താവേ. വരൂ, നമുക്ക് നഗരങ്ങളിൽ ചെന്ന് രാപാർക്കാം. അവിടെ കൊതുകില്ലാത്ത മുറി കിട്ടുമോ എന്ന് നോക്കാം. അടിപൊളി. അത് കുട്ടൻചാണ്ട ഫോട്ടോ വല്ലതും ഉണ്ടോ? ഇല്ല. അല്ല, കല്യാണത്തിന്റെ വല്ല ഫോട്ടോ? അല്ല, നിങ്ങൾ ഇതിനു മുമ്പ് എന്തെങ്കിലും എടുത്ത ഫോട്ടോ? വരാട്ടാ. ഞാൻ പറഞ്ഞില്ല, ഇതൊരു പ്രായപൂർത്തിയായ മുളക, നല്ല എരിവുണ്ട്. എന്റെ ലഡുവേ, എന്റെ ജിലേബിയെ, എന്നോടൊക്കെ മുന്തിരി. സാറേ, സാറിന് എന്താ പണി? എനിക്ക് തെങ്ങമ്മ കയറുന്ന പണിയാ. എന്ത് കിട്ടൂ? ഉണ്ട കിട്ടൂ. നിങ്ങളുടെ നാട്ടിൽ തെങ്ങമ്മ കയറി എന്താ കിട്ടുക? നിന്റെ നാട്ടിൽ അതല്ലേ കിട്ടുള്ളൂ. അതെ, ഒരു തെങ്ങി കയറി. ചേച്ചി, ഇതിലിടയ്ക്ക് മ്യൂസിക് റേറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പഴയ കാലത്ത് എങ്ങാണ്ടൊക്കെയാന്ന് തോന്നണേ. ഇപ്പൊ ഇത്തിരി വിഷമം ഉണ്ടെങ്കിലും പിന്നീട് സുഖം കിട്ടുന്ന ഒരു പരിപാടി ഞാൻ പറഞ്ഞു തരാം. അയ്യോ, അതല്ല, ഉത്തരം മുട്ടിയാണല്ലോ മരിച്ചത്. അത് പഞ്ചായത്തിൽ പറഞ്ഞ പൈസ കിട്ടും. ഓപ്ഷൻ ബി കുന്തമാണ് കാവ്യ. ശരി ഉത്തരം. സങ്കടമുണ്ട്, വിഷമമുണ്ട് കാവ്യ. ഒരു വണ്ടിക്കൂലി 10 രൂപ തരാൻ എന്റെ കയ്യിലില്ല. സങ്കടമുണ്ട്. ഞാനിപ്പോ കുറെ നാളായി ബാലരമയൊക്കെ വായിച്ചിട്ട്. അപ്പൊ ലുട്ടാപ്പി വണ്ടി തൽക്കാലം ഒരു ഇടത്തരം സൈസ് മതി. അതെങ്ങനെയാ? ചെസ്റ്റിന്റെ വേസ്റ്റിന്റെ സൈസ് അറിയണ്ടേ? ഓ, രണ്ടും അറിയണം. എന്നാ പിന്നെ ചേച്ചിയുടെ അത്രയൊക്കെ സൈസ് ആയിക്കോട്ടെ. പോരെ? 3485. ഓ, അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. ലൈക്ക് അടിക്കട്ടാ.
അത് ഇറക്കിയത് തൊണ്ടയിൽ വെച്ചിട്ടാ വരുന്നത്. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. ബീഫ് ഫ്രൈ, ബീഫ് ഫ്രൈ. അമ്പാടി ഹോട്ടലിലുണ്ട്, കൈലാസ് ഹോട്ടലിലില്ല. അത് വെയിറ്റ് ചെയ്യുന്നല്ലേ? അപ്പൊ അതൊന്നുമല്ല. ആ നിലയിൽ കിടക്കും പുഴു. തൽക്കാലം ഒരു ഇടത്തരം സൈസ് മതി. അതെങ്ങനാ ചെസ്റ്റിന്റെ വേസ്റ്റിന്റെ സൈസ് അറിയണ്ടേ? ഓ, രണ്ടു പറയണം. എന്നാ പിന്നെ ചേച്ചിയുടെ അത്രയൊക്കെ സൈസ് ആയിക്കോട്ടെ. പോരെ? 34-85. ഓ. ആ പൂച്ചയുടെ പുറകെ 5 കിലോമീറ്റർ ഓടി അതിനെ പിടിച്ച് മലത്തിയടിച്ച് വയറ്റിൽ ഇക്കല് കാണിച്ച് അത് കക്കിച്ച് എന്നിട്ട് ആ ചാള കൊണ്ടുപോയി കുടമ്പുളിട്ട് കറി വെച്ച മരം കൊത്തി മോറനാണ് നിന്റെ മേമൻ. അഥവാ എന്റെ നാറി അള്ളിയൻ എടുത്തു. ഇന്നേഴ്സ് ഒന്നും എടുത്തില്ലേ? ഷഡ്ഡിയല്ലേ സാർ? സൈസ് എത്ര? ഞാൻ എടുത്തോളാം. 85. ശരി 85 എടുത്തോളൂ. 85 എടുത്താ മതി. എന്താണ് പരസ്യമായിട്ടൊക്കെ സംസാരിക്കുന്നത്? ആൾക്കാരെന്തായാലും മാതിരി. ഓഹോ, പരസ്യം സംസാരിക്കാനുള്ള പ്രശ്നം. എടാ, ഞങ്ങൾ വല്ല മരത്തിന്റെ ഒട്ടി പോയി കെട്ടിപ്പിടിച്ച് സംസാരിക്കടാ. അതിലും വലിയ പ്രശ്നം. നിന്റെ മോന്മാർ എന്താണ്? നിനക്കെന്താണ്? എനിക്കൊന്നുമില്ല. വെറുതെ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് ആൾക്കാർ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയും. ഇതിനെ എനിക്കും പറയാനുള്ളത്. നീ എന്താ ഞാൻ ഒന്നും അറിയണില്ലെന്നാ? വെറുതെ ആൾക്കാർക്കും പറയിപ്പിക്കാൻ പണി കൊടുക്കൂല. എന്തൊക്കെ മര്യാദക്ക് ബോൾ പോയി കളിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഔട്ട് ആവില്ലായിരുന്നു. നീ നടന്നു പോടാ, നീ ചെല്ലു. കളിക്കുന്ന കുഞ്ഞിളപ്പാട്ടിന്റെ കൂട്ടുകാരി മിന്നിത്തിളങ്ങുമെൻ പൊന്നിൻ കിനാക്കൾക്ക് നിന്നെയാണോ മലേറെ ഇഷ്ടം? ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ. നാളാണ് നിന്റെ പറ. അല്ലടാ, അടുത്തോല്ലാണ്ടാ. ആണോ? ആണല്ല പെണ്ണ്. നല്ല ഭാഷ. കുളിയടാ സീനാറണ്ടാ. ഇല്ലടാ, കട കുളിപ്പിച്ചാടാ വന്നി. എന്താണ് കഞ്ഞി ഉണ്ടാക്കില്ലടാ? ഇല്ല. മനുഷ്യനാണെങ്കിൽ കുറച്ച് ആത്മാർത്ഥ വേണം. ആത്മാർത്ഥതയിട്ട് പുഴുങ്ങിയാൽ കഞ്ഞിയാവില്ല. അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. അരിയില്ലേ? അരിയില്ല. എന്നാ നിനക്ക് കുറച്ച് ചായയെങ്കിലും തിളപ്പിച്ചോടായിരുന്നോ? ഇയാളോട് നീ പറഞ്ഞ വഴിന് മാറോ? തമിഴനാടാ, മലയാളം മനസ്സിലാവില്ല. ഞാൻ പറയാം. അണ്ണാച്ചി വളിവിട്. സോറി അണ്ണാച്ചി, വളികൾ വിടുങ്കോ. എനിക്ക് നിങ്ങളോടൊപ്പം സംസാരിക്കണം. അയ്യോ, അപ്പൊ അതൊക്കെ കഴിഞ്ഞു. 2 പളം കഴിച്ചു. കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. ഇനി ഒന്ന് ടിക്ടോക്കിൽ ഫേമസ് ആയ ഒരു വീഡിയോ കൂടി നോക്കാം. അപ്പൊ ഇതൊരു തെറിവിളിയാണ് സംഭവം കേട്ടോ. എന്നാ വെച്ചാ സതീഷിന്റെ മോൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത ബസ് തെറിവിളിയാന്നൊക്കെ പറഞ്ഞേ. നമുക്ക് നേരായി ഇളകാം. നീ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം. നീ അതിൽ ലൈക്ക് അടിക്കുമെന്ന് എനിക്കറിയാം. നീ അതിൽ കമന്റ് അടിക്കുമെന്ന് എനിക്കറിയാം. നീ എന്നെ സ്റ്റേജ് തേച്ചിട്ട് പോയില്ലേടാ. നിന്റെ തന്തയല്ല എന്റെ തന്ത. നിന്റെ പുറകെ വരാൻ അപ്പൊ എന്തായാലും ഇട്ടിട്ടുണ്ട്. അതേപോലെ എഡിറ്റും ചെയ്തിട്ടുണ്ട്. അപ്പൊ കൊച്ചിനെ അറിയാൻ തോന്നുന്നു അതിൽ കൂടെ വൈറലാവാൻ പറ്റുന്നു. എന്നാലും ആ കുട്ടീന്റെ ഇമോഷൻ കാണിച്ച് എന്തായാലും തേച്ചിട്ട് എന്റെ പേര് പറയാത്തത് വലിയ മോശം. അങ്ങനെയൊന്നുമില്ല. അത് എന്റെ താല്പര്യം ഒന്നുമല്ല കേട്ടോ. അതോടെ നിർത്താണ്. ഞാൻ കുറെ നാളായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. യൂട്യൂബ് മണി വരും എന്നൊക്കെ പറഞ്ഞില്ല. അതിന്റെ ഓരോ തിരക്കിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് മാത്രമാണ്. എന്തായാലും ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതാക്കട്ടെ. എങ്ങനെയുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. എന്തായാലും എഡിറ്റ് ചെയ്തിട്ട് നോക്കണം എന്തെങ്കിലും ഉണ്ടെന്ന് അത് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് നിർത്തണം. അത് അവിടെ നിർത്തണമെന്ന് അറിയില്ല. ഈ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടിക്കസ് എന്ന് പറഞ്ഞ ഫാമിലി ചേരിക്കും. ഇപ്പൊ ഇച്ചിരി ക്രിഞ്ച് ഒരു മാതിരിയൊക്കെ ആണെങ്കിലും നമ്മൾ ഭാവിയിൽ നല്ല അടിപൊളിയൊക്കെ ആയിട്ട് ചെയ്യും. അതുകൊണ്ട് ടിക്കസ് എന്ന് പറഞ്ഞ ഫാമിലി ചേര്. എന്നെ ഫോളോ, ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ആയിട്ട് എന്നോട് വെച്ച് നമുക്ക് പിന്നെ കാണാം. ഐ ലവ് യു ഗൈസ്. ടേക്ക് ദിസ്. സതീഷിന്റെ മോനല്ലേടാ, നിന്നെ ഞാൻ സ്റ്റാൻഡിൽ കണ്ടതല്ലേ. മറിയാൻ തിന്നണമല്ലേടാ, നീ ഇവിടെ തേച്ചിട്ട് പോയതല്ലേ.